ത്രില്ലർ പോരാട്ടം, സൂപ്പർ ഓവർ വരെ നീണ്ട മത്സരം. രണ്ട് ടീമുകളുടെയും ഭാവി ഉറപ്പായതിനാൽ അപ്രസക്തമായ മത്സരം. എന്നാൽ കളത്തിൽ കളി മാറി. സൂപ്പർ ഓവറിൽ ശ്രീലങ്കയെ തകർത്ത് അപരാജിതരായി ഇന്ത്യ ടൂർണമെന്റിന്റെ ഫൈനൽ കളിക്കും. ഇന്നലെ സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുത്തപ്പോൾ ശ്രീലങ്കയും അതേ സ്കോർ എടുത്തു. 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ്. പിന്നീട് സൂപ്പർ ഓവറിലാണ് വിജയെ തീരുമാനിച്ചത്. ഇന്ത്യക്ക് വേണ്ടി പതിവ് പോലെ അഭിഷേക് ശർമ്മ കത്തിക്കയറിയപ്പോൾ ശുഭ്മാൻ ഗില്ല് പെട്ടെന്ന് പുറത്തായി. 3 പന്തിൽ 4 റൺസ് മാത്രമാണ് ഗില്ല് എടുത്തത്. അഭിഷേക് ശർമ്മ 31 പന്തിൽ 2 സിക്സിന്റെയും 8 ഫോറിന്റെയും സഹായത്തോടെ 61 റൺസ് എടുത്തു. പിന്നീട് വന്ന സൂര്യകുമാർ യാദവ് പക്ഷേ തിളങ്ങിയില്ല. 13 പന്തിൽ 12 റൺസ് മാത്രമാണ് സൂര്യക്ക് എടുക്കാനായത്. തിലക് വർമ്മ 34 പന്തിൽ 49 റൺസോടെ പുറത്താകാതെ നിന്നപ്പോൾ സഞ്ജു സാംസൺ ഇന്നലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 23 പന്തിൽ 3 സിക്സിന്റെയും 1 ഫോറിന്റെയും സഹായത്തോടെ സഞ്ജു 39 റൺസ് അടിച്ചെടുത്തു. ഹർദിക് പാണ്ഡ്യ 3 പന്തിൽ 2 റൺസോടെ മടങ്ങിയപ്പോൾ അക്സർ പട്ടേൽ 15 പന്തിൽ 21 റൺസോടെ പുറത്താകാതെ നിന്നു. അങ്ങനെ ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 എന്ന കൂറ്റൻ വിജയലക്ഷ്യം ലങ്കയ്ക്ക് നൽകി. ശ്രീലങ്കയ്ക്ക് വേണ്ടി മഹേഷ് തീഷ്ണയും ചമീരയും ഹസരംഗയും ഷനകയും അസലങ്കയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രീലങ്കയുടെയും തുടക്കം തകർച്ചയോടെയായിരുന്നു. ഇന്നിംഗ്സിലെ 4ാമത്തെ പന്തിൽ തന്നെ റണ്ണൊന്നും എടുക്കാതെ കുശാൽ മെൻഡിസിനെ അവർക്ക് നഷ്ടമായി. എന്നാൽ മറ്റൊരു ഓപ്പണറായ പതും നിസംഗ അടിച്ച് തകർക്കുകയാണ് ഉണ്ടായത്. സെഞ്ചുറി നേട്ടത്തോടെയാണ് അദ്ദേഹം മടങ്ങിയത്. 58 പന്തിൽ 6 സിക്സിന്റെയും 7 ഫോറിന്റെയും സഹായത്തോടെ 107 റൺസ് എടുത്ത് 20ാമത്തെ ഓവറിലെ ആദ്യ പന്തിലാണ് അദ്ദേഹം മടങ്ങുന്നത്. കുശാൽ പെരേരയും വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചു. 32 പന്തിൽ 58 റൺസാണ് അദ്ദേഹം എടുത്തത്. അസലങ്ക 9 പന്തിൽ 5, കമിന്ദു മെൻഡിസ് 7 പന്തിൽ 3, ഷനക 11 പന്തിൽ 22, ദിയനാഗെ 2 പന്തിൽ 2 എന്നിങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ സ്കോറുകൾ. ഇന്ത്യക്ക് വേണ്ടി ഹർദിക് പാണ്ഡ്യയും അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ ശ്രീലങ്കയും 202 റൺസ് എടുത്തപ്പോൾ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. അർഷ്ദീപ് പറഞ്ഞ സൂപ്പർ ഓവറിലെ ആദ്യ ബോളിൽ തന്നെ ശ്രീലങ്കയ്ക്ക് വിക്കറ്റ് നഷ്ടമായി. കുശാൽ പെരേരയാണ് റണ്ണൊന്നും എടുക്കാതെ പുറത്തായത്. പിന്നീട് ഒരു വൈഡും കമിന്ദു മെൻഡിസ് നേടിയ 1 റണ്ണും ഉൾപ്പെടെ ആകെ 2 റൺസ് മാത്രമാണ് ലങ്കയ്ക്ക് കിട്ടിയത്. ഷനക 3 പന്തിൽ റണ്ണൊന്നും എടുക്കാതെ പുറത്തായി. അങ്ങനെ വെറും 3 റൺസ് മാത്രം എടുക്കാനായി ഇന്ത്യക്ക് വേണ്ടി ക്രീസിലേക്ക് വന്നത് സൂര്യകുമാർ യാദവും ഗില്ലുമാണ്. ആദ്യ പന്തിൽ തന്നെ 3 റൺസ് ഓടിയെടുത്ത് ഇന്ത്യൻ ബാറ്റർമാർ വിജയമുറപ്പിച്ചു. അങ്ങനെ നാടകീയമായ സൂപ്പർ ഓവർ മത്സരത്തിനൊടുവിൽ ഒരു മത്സരം പോലും തോൽക്കാതെ ഇന്ത്യ ടൂർണമെന്റിന്റെ ഫൈനൽ കളിക്കും.